എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചോളം കൊണ്ടൊരു പക്വട ഉണ്ടാക്കാം. അപ്പം ഇവിടെ കിട്ടുന്ന ചോളം എന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ചോളമാണ്. അത് നമ്മളിങ്ങനെ തുറന്ന് നോക്കി നല്ലതാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പം ഞാൻ ഇത്രയുള്ള ഒരു ചോളം അത് ഞാൻ നേരത്തെ വീഡിയോ ഒത്തിരി വലുതാവുമല്ലോ, അതുകൊണ്ട് നേരത്തെ ഞാൻ വേണ്ട ഇതിനകത്ത് വെള്ളത്തിൽ തിളപ്പിക്കുക. അത് എല്ലാം വെന്ത് കിടക്കുമായിരിക്കും. അത് പിന്നെ അതിന് വേണ്ടിയ സാധനങ്ങളൊക്കെ ഞാൻ പറയാം നിങ്ങളോട്. ഒരു ഉള്ളി, പിന്നെ ഇച്ചിരി കായം, ഇച്ചിരി ഗരം മസാല, മഞ്ഞൾപ്പൊടി ഒരു ശകലം, ഒരു ശകലം മുളക് പൊടി, ഇത്രയും സാധനം. പിന്നെ വേണ്ടിയത് നമ്മുടെ നമുക്ക് അതില്ലെങ്കിലും ഇതും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത്രയും സാധനം മതി. പിന്നെ വേണ്ടിയതിന് ഉണ്ടാക്കാനായിട്ട് കടലമാവ്, ഇത്രയും സാധനം മതി. അപ്പം നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്യാസ് ഒന്ന് ഓഫ് ആക്കിക്കൊണ്ട് നമുക്ക് ഇതൊന്ന് എടുക്കാം. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് വേണ്ട ചോളം, ഇത് ഞാൻ വേവിച്ചത്, അത് നമുക്ക് ഒരു പാത്രത്തിനകത്തോട്ട് ഇങ്ങനെ എടുക്കാം. ഇപ്പം ചോളം വേവിച്ച് ഞാൻ ഊറ്റിയെല്ലാം വെച്ചു. അപ്പം നമ്മുടെ ചോളം അങ്ങനെ ആവി പോകുന്നു. ഇനി നമുക്ക് വേണ്ടിയത് ഒരു ചരുവൻ ഞാൻ ഇങ്ങോട്ട് എടുത്തു. ആ ചരുവൻ ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് നമുക്ക് വേണ്ടിയ സാധനങ്ങളെല്ലാം ഒന്നിടാം. അപ്പം വേണ്ടിയതെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം കടലമാവിടാം. കടലമാവിട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ ഉള്ളി. അപ്പം അതിനു മുമ്പ് ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ ഒരു ഇതുപോലത്തെ എടുത്ത് നമുക്ക് ഒന്ന് എണ്ണ ചൂടാകാൻ വേണ്ടി ഇതൊന്ന് നമുക്കൊന്ന് അടുപ്പിലോട്ടിടാം, വെച്ചിട്ട് നമുക്ക് ഒരു ശകലം വെളിച്ചെണ്ണ വറുത്ത് കോരാനും മാത്രമുള്ള വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണയല്ല വെളിച്ചെണ്ണയൊന്നും പറയാനൊക്കെ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ മസാലകളൊക്കെ ഒന്ന് ഇടാം. ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇത്രയും കായും. അപ്പം ഞാൻ ഇച്ചിരി ഉപ്പിട്ടാണ് ചോളം വേവിച്ച് വെച്ചേക്കുന്നത്. അത് കാരണം പിന്നെ ഞാൻ ഉപ്പിടുന്നില്ല. ഇനി കാലം നമുക്ക് ഇടുന്നുള്ളൂ. നമുക്ക് അത് ഇച്ചിരിയേറെ കാലം നമുക്കിടാം. എൻ്റെ കഴുക്കിരുത്ത് ചെറുതായത് വീഴാൻ ബുദ്ധിമുട്ട്. അപ്പം നമ്മൾ അത് ഇട്ടു. ഇനി നമുക്ക് വേണ്ടിയത് നമുക്ക് ഇച്ചിരി വെള്ളം എടുത്ത് ഇതൊന്ന് കുഴക്കും. ഞാൻ കൈ തന്നെ വെച്ചാണ് കുഴക്കുന്നത്. ആവശ്യത്തിന് ഇച്ചിരി വെള്ളമേ ആവാവും. എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് അപ്പം നമ്മുടെ ചോളം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, വേവിച്ച് നമ്മൾ ചോളം വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ചോളം നമുക്ക് ഇങ്ങോട്ടൊന്ന് എടുക്കാം. അതും ഇതിനകത്തോട്ടൊന്ന് ഇടാം. ആ ചോളവും കൂടെ എടുത്ത് നമുക്കിതൊന്ന് എങ്കിലും നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് ഇട്ടൊന്ന് കുഴയ്ക്കാം. ചൂടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കും. ചോളം അധികം വെള്ളം വേണ്ട. ഈ കടലമാവല്ലേ, ഒരു തുള്ളി വെള്ളം ഒഴിച്ചാൽ മതി. ഒത്തിരി വെള്ളമൊന്നും ആയാൽ ഉണ്ടാക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം. തീ ഞാൻ ഗ്യാസിൻ്റെ ഒന്ന് കുറച്ച് വെച്ചു. വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ലെന്ന് വെച്ചാൽ ഇത് വേണ്ടത്. പിന്നെ ഒരു ശകലം അത്രയും മതി, ഒത്തിരി ഒന്നും വേണ്ട. അപ്പം നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു നമ്മുടെ നാട്ടിൽ ഈ ബജ്ജി എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ എനിക്ക് ശരിക്കും അറിയത്തില്ല. അത് ഇവിടെ പക്വട എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് അതെല്ലാം എങ്ങനെ അവരവരുടെ ഇഷ്ടത്തിന് ഉരുട്ടിയിടാം. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എല്ലാം നമുക്കൊന്ന് ഉരുട്ടി ഈ എണ്ണയ്ക്കകത്തോട്ടൊന്നിടാം. അപ്പം ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് നീളത്തിലിടാൻ മതി. നമ്മളതെല്ലാം ഒന്ന് ഉരുട്ടി എടുക്കാൻ പോകും. എന്നിട്ട് അങ്ങോട്ടൊന്ന് ഇടും. തീ ഞാൻ കുറച്ചാണ് വെച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് വേവുണ്ടേ, അത് കാരണം. അപ്പം നമ്മുടെ പക്വടയെല്ലാം നമുക്ക് ചെറിയ പാത്രമായതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടാൽ ഉണ്ടാക്കും.
നമ്മളിതിനകത്ത് കായമൊക്കെ ചേർത്തിട്ടില്ലേ, അതൊക്കെ ചേർത്തോണ്ട് നല്ല രുചിയാണ്. നമ്മുടെ നാട്ടിലും ഒക്കെ എല്ലാം കിട്ടും ഇത്. ഓരോരുത്തരുടെ വീട്ടിലും ഇത് നിൽക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്കതെല്ലാം ഒന്ന് മൂക്കട്ടെ. അപ്പം നമുക്ക് അതെല്ലാം ഒന്ന് തിരിച്ചിട്ട് തീ സിമ്മിലാണ് ഞാൻ വെച്ചിരുന്നത്. നമ്മുടെ പക്വടയൊക്കെ ഞാനൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. ചോളത്തിൻ്റെ പക്വട. എളുപ്പം എന്നാണ് ഉണ്ടാക്കാൻ, വലിയ താമസമൊന്നുമില്ല. എളുപ്പം നമുക്ക് ചോളത്തിൻ്റെ പക്വട ഉണ്ടാക്കാം. ഇതിങ്ങനെ തന്നെ ഉള്ളിയുടെ എല്ലാം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം കിട്ടുമല്ലോ. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഈ ചോളത്തിൻ്റെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി സാധനമാണ് നമ്മുടെ ചോളം നല്ല സാധനമില്ലേ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചോളത്തിൻ്റെ പക്വടയൊക്കെ എല്ലാം നല്ല മൊരിഞ്ഞിട്ടുണ്ട്. ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ മഴയൊക്കെയാണ്. ഡൽഹിയിൽ ഇപ്പം ഭയങ്കര മഴയാണ്. എന്നും കാലാവസ്ഥ ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥ. അപ്പം ചൂട് ഇന്ന് എൻ്റെ ഉച്ചക്കലത്തെ ആഹാരം ഇത്. നമുക്ക് ചൂട് പക്കവടയൊക്കെ. പിന്നെ അപ്പം നമുക്കതെല്ലാം ഇങ്ങോട്ട് ഞാനിനി ഗ്യാസ് അങ്ങ് നിർത്തിയിട്ട് ഞാൻ ഓരോരുത്തരും ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് വരുമ്പോഴേ ഞാൻ ബാക്കി ഉണ്ടാക്കുന്നുള്ളൂ. ഇതിപ്പോൾ എനിക്ക് മാത്രം ഉണ്ടാക്കി ഞാൻ അപ്പം ഗ്യാസ് ഒന്ന് ഞാനങ്ങ് നിർത്തി. ഇനി നമുക്കിതാ എണ്ണയിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് പോരും. നല്ല അടിപൊളി നമ്മുടെ ചോളത്തിൻ്റെ പക്വട എല്ലാം റെഡിയായി. ഇനി അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടിയത് ഒരു ശകല ടൊമാറ്റോ സോസ് കൂടെ നമുക്ക് ഒഴിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ നൽകാൻ. നല്ല അടിപൊളിയാണ് ചോളത്തിൻ്റെ പക്വട.